Lord. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒരുമിച്ച് ചേർന്ന് തിരുവചനവുമായിട്ട് കർത്തൃസന്നിധിയിൽ നമ്മുടെ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ കടന്നു വരുവാൻ ദൈവം ഭാഗ്യമൊരുക്കിയല്ലോ. ഇന്ന് പകൽ വേളയെങ്കിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചില നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. പിന്നെ ഈ കർത്തൃകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാൻ നമ്മൾ ദൈനംദിനമായിട്ട് നിരന്തരമായിട്ട് എപ്പിസോഡുകളായിട്ട് കൊലോസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന് ആവശ്യമാകുന്ന ആലോചനകൾ സ്വർഗസ്ഥ പിതാവ് നമുക്ക് പറഞ്ഞു തരുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ 3-ാം അധ്യായം 11-ാം വാക്യം വരെയാണ് പഠിച്ചു നിർത്തിയത്. ഇന്ന് നമ്മൾക്ക് 12, 13 വേദഭാഗങ്ങൾ പഠിക്കാം. ആമേൻ. ദൈവാത്മാവ് വ്യക്തവും ശക്തവുമായിട്ട് നമ്മൾ ഇടപെടുവാനായിട്ട് പ്രാർത്ഥിക്കണം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചനത്തിന്റെ ആഴങ്ങളെ, മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകണം. ആകയാൽ എല്ലാവരും തിരുവചനത്തിലേക്ക് കടന്നു വന്നാട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും വദനവും അറിയിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരുന്ന തിരുവചനം കേൾക്കുന്നവർ, ആമേൻ, സൂം മീറ്റിംഗിലൂടെ കേൾക്കുന്നവർ, യൂട്യൂബിലൂടെ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടി വന്ദനം ചൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായി മാറും. ഒരിക്കലും ആമേൻ ഈ തിരുവചനം നിങ്ങൾക്ക് ദോഷം ഭവിപ്പിക്കുകയില്ല. ആമേൻ. നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തെ പുതുക്കം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതായി മാറ്റുവാൻ കർത്താവ് ഈ തിരുവചനത്തെ ഒരുക്കി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാൽ നമ്മുടെ ജീവിതത്തിന് പുതുക്കം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അനേകായിരങ്ങൾക്ക് ഈ തിരുവചന പഠനം ഒരനുഗ്രഹമായി മാറണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ കേൾക്കപ്പെടുന്ന തിരുവചനം നിങ്ങളുടെ പ്രിയപ്പെട്ട ഓരോരുത്തരേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വചനദീപ്തി ചെറിയ ചാനലാണ്, കൊച്ചു ചാനലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഇതിനകത്ത് പറയുമ്പോഴും ഈ തിരുവചനം കേൾക്കുമ്പോഴും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് ഇതിനെ ഉപയോഗിക്കുവാൻ, അനേകാര്യങ്ങൾക്ക് ആശ്വാസമായി മാറുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരായി ഈ വചനം കേൾക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ തിരുവചനം കേൾക്കുന്നു എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് നിങ്ങൾ ഈ വചനം കേൾക്കണം. വചനം കേട്ടതിന് ശേഷം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സ് ആയിട്ട് എഴുതി അറിയിക്കണം. നിങ്ങൾ ഷെയർ ചെയ്യുവാൻ മറക്കരുതേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12, 13 വേദഭാഗം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഞാൻ ഈ ഓരോ വാക്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും ചിന്തിക്കും, ദൈവമേ എത്ര അനുഗ്രഹീതമായ നിലയിലാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെ? തിരുവചനങ്ങൾ ഇപ്പൊ എത്രയോ നാളുകളായി നമ്മൾക്ക് കൊലോസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണേ ഇത് ഓടിച്ച് 1-2 ദിവസം കൊണ്ട് പഠിപ്പിക്കാം. പക്ഷേ പ്രതിവാക്യമായിട്ട് ഇത് പഠിപ്പിക്കുന്നത് നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാകുന്ന ആമേൻ ആലോചനകൾ ലഭിക്കേണ്ടതിനാ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു, 11-ാം വാക്യം വരെയും പഠിച്ചു. ദൈവമക്കൾ പരിത്യജിക്കേണ്ട പാപ പ്രകൃതികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഈ പരിത്യജിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഇനിയും അവർ പരിരക്ഷിക്കേണ്ട പരിശുദ്ധമായ സ്വഭാവത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധ ഗണങ്ങളാണ്, കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് അവർ പ്രാപിച്ച വിശുദ്ധരാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രിയരും വിശുദ്ധരുമായിരിക്കുന്നവരെ, ഹല്ലേലൂയ, ഇങ്ങനെ ആമേൻ വകഭേദം തിരിക്കുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 12-ാം വാക്യത്തിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരും പ്രിയരുമായവർ, 3 കൂട്ടരെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒന്ന്, ദൈവസഭയെ, ആമേൻ, ദൈവയുടെ സഭയുടെ അംഗങ്ങളെ ദൈവത്തിന്റെ വിശുദ്ധന്മാരെന്ന് ഹല്ലേലൂയ വിശേഷിപ്പിക്കുന്നു. 2, ദൈവത്തിന്റെ വൃതന്മാരെന്ന് വിശേഷിപ്പിക്കുന്നു. 3, ദൈവത്തിന്റെ പ്രിയന്മാരെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇങ്ങനെ 3 നിലകളിൽ
സംബോധന ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വിധത്തിൽ ഉന്നതമായ പദവി ലഭിച്ച ദൈവ മക്കൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർക്ക് എന്തുണ്ടായിരിക്കണം? 1, മനസ്സലിവുണ്ടായിരിക്കണം. 2, ദയ ഉണ്ടായിരിക്കണം. 3, താഴ്മ ഉണ്ടായിരിക്കണം. 4, സൗമ്യത ഉണ്ടായിരിക്കണം. 5, ദീർഘക്ഷമ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ നാം ധരിക്കുന്നവരായിരിക്കണം. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞതിന്റെ 3-ാം അധ്യായം തന്നെ അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിരുന്നു. ഹല്ലേലൂയ. ഉപേക്ഷിക്കേണ്ടതായ കാര്യങ്ങളെ, ഹല്ലേലൂയ, ദുർനടപ്പ്, അശുദ്ധി, ദുരാഗ്രഹം, കാമം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ നിങ്ങളുടെ ഭൗമിക സ്വഭാവങ്ങളെ നിഗ്രഹിക്കണം, മരിപ്പിക്കണം. അത് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ 8-ാം വാക്യത്തിലേക്ക് വന്നപ്പോ പരസ്പരം എന്താ അതിൻ്റെ അകത്ത് കണ്ടത്? കോപവും ക്രോധവും പകയും പരദൂഷണവും ഈ അസഭ്യ സംസാരവും എല്ലാം നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അങ്ങനെ പഠിച്ച്. ഹല്ലേലൂയ. 1, നമ്മളെ മരിപ്പിക്കണം. 2, നീക്കിക്കളയണം. 3-ാമതായിട്ട് നമ്മൾ എന്താ കേട്ടത്? നമ്മൾ ധരിക്കണം. എന്താ ധരിക്കേണ്ടത്? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ 5 കാര്യങ്ങൾ കേട്ടല്ലോ. ആമേൻ. ദൈവത്തിന്റെ വിശുദ്ധരായിരിക്കുന്നവർ, വൃതന്മാരായിരിക്കുന്നവർ, പ്രിയരായിരിക്കുന്നവർ മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ഇവ ധരിക്കുന്നവരായി മാറണം. അപ്പോൾ വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മളിൽ ഈ സ്വഭാവ ഗുണങ്ങൾ ധരിക്കപ്പെടണം. ഈ സ്വഭാവ ഗുണങ്ങളെ നാം സ്വന്തമാക്കണം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ നാം അനുകരിക്കുന്നവരായി മാറണം. ഇവിടെ കർത്താവിൽ മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലേ? അങ്ങനെ ഈ ഉന്നതമായ പദവി ലഭിച്ച ദൈവ മക്കൾ, ഹല്ലേലൂയ, ആ അനുഭവത്തിൽ എന്ത് ചെയ്യും? അന്യോന്യം പൊറുക്കുകയും ക്ഷമിക്കുകയും വേണം എന്നാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുമ്പോൾ നാം അത് നമ്മുടെ സഹസൃഷ്ടികളോട്, നമ്മുടെ സമസൃഷ്ടങ്ങളോട്, ഹല്ലേലൂയ, നാം ദയയുള്ളവരായി മാറുവാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുക, അങ്ങനെ മാത്രമേ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ക്ഷമിക്കാതെ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ക്ഷമ എന്നുള്ളത് ദൈവം, ഹല്ലേലൂയ, നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഹല്ലേലൂയ, ആത്മാവിന്റെ ഫലങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് ഇവയൊക്കെയും. ആകയാൽ ഹല്ലേലൂയ, നമ്മളിൽ ഈ വിശിഷ്ട ഗുണങ്ങൾ ഉണ്ടാകണം. ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ധരിക്കണം. ഞാൻ പുറമേ ധരിച്ചിരിക്കുന്ന വസ്ത്രം, അതിന്റെ കളറ്, അതിന്റെ ഡിസൈന് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നിങ്ങൾ ഈ വീഡിയോയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്നെ, ഹല്ലേലൂയ, പുറമേയുള്ള എന്റെ വസ്ത്രത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ധരിച്ച ഒരു വ്യക്തി ജീവിതത്തെ, ക്രിസ്തുവിന്റെ സ്വഭാവത്തെ ധരിച്ച ഒരു വ്യക്തി ജീവിതത്തെ ലോകം കാണുമ്പോൾ പറയണം, ഇത് യഥാർത്ഥത്തിൽ ദൈവ പൈതലാണ്, ഇതാണ് യഥാർത്ഥത്തിൽ ദൈവകൃപ അനുഭവിക്കുന്ന ദൈവിക മക്കൾ എന്ന് പറയുവാൻ തക്കോണം ഇടയാകണം. അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്നത് പോലെ ഈ വിശിഷ്ട ഗുണങ്ങളെ നാം ധരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി തീർന്നത് കൊണ്ടാണ് വിശ്വാസിക്ക് അതിനനുസരിച്ച് ഉത്തരവാദിത്വം കൂടി വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഉത്തരവാദിത്വം കൂടല്ല നമുക്ക്. എന്തുകൊണ്ടാണെന്നറിയാമോ? നാം പ്രിയരായി, കർത്താവിന്റെ ഇഷ്ടമക്കളായി, വിശുദ്ധരായി ജീവിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ പദവികൾ കൂടുന്തോറും ഉത്തരവാദിത്വം കൂടുക അല്ലേ? നമുക്ക് ഓരോ പദവികൾ, ഞാൻ പറയട്ടെ,
കുടുംബത്തിൽ കുടുംബിനിക്ക് ഒരു ഉത്തരവാദിത്തം, കുടുംബനാഥന് മറ്റൊരു ഉത്തരവാദിത്തം. ഹല്ലേലൂയ. സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് മെമ്പറിന് ഒരു ഉത്തരവാദിത്തം, പിന്നീട് അതിന്റെ മുകളിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർക്ക് മറ്റൊരു ഉത്തരവാദിത്തം, പിന്നീട് നമ്മുടെ MLA-ക്ക് മറ്റൊരു ഉത്തരവാദിത്തം, MP-ക്ക് മറ്റൊരു ഉത്തരവാദിത്തം, പിന്നെ അങ്ങനെ സ്റ്റേറ്റിന്റെ തലങ്ങളിലേക്ക് പോയി ഹല്ലേലൂയ പ്രധാനമന്ത്രിക്ക് ഹല്ലേലൂയ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി, പദവികൾക്കനുസരിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. വിശ്വസ്തരായിട്ട് അത് ചെയ്യുവാനിടയാകണം. അതുകൊണ്ട് നമ്മുടെ പദവികൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത് ഇന്ന് പകൽക്കാലം നാം ഉത്തരവാദിത്ത ബോധമുള്ളവരായി ചെയ്തെടുക്കേണ്ടതിനാക്കിയാൽ ഇവിടെ വൃദ്ധന്മാർ എന്നത് ഇലക്ട് ഓഫ് ഗോഡ് അഥവാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാണ് ഇംഗ്ലീഷിൽ ഈ വാക്യത്തെ ആമേൻ 3 വിധത്തിൽ സംബോധന പദങ്ങളായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മീയ ജീവിതത്തിന്റെ ക്രമാനുഗതമായ പുരോഗതിയെയാണ് അത് കുറിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താ? ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ തിരഞ്ഞെടുത്തത് നാം വിശുദ്ധരായിരിക്കേണ്ടതിനാ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിലേക്ക് ഒന്ന് നമുക്ക് കടന്നു പോകാം. അതിന്റെ 1-ാം അധ്യായം ഹല്ലേലൂയ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി അവൻ വീണ്ടെടുക്കുന്നവരെയും പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധരായിരിക്കേണ്ടതിന് നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷമായ സത്യവചനം കേട്ട് അവനിൽ വിശ്വസിച്ചവരായ നിങ്ങളെയും വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ മുദ്ര വച്ചിരിക്കുമ്പോൾ തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി അവൻ വീണ്ടെടുക്കുന്നത് വരെയും. ഹല്ലേലൂയ. അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുമ്പോൾ അതുവരെ അവൻ ഹല്ലേലൂയ കർത്താവിന്റെ ഈ ഭൂമിയിൽ ആമേൻ നമ്മെ ചേർക്കുവാൻ വരുന്നത് വരെയും പ്രിയപ്പെട്ടവരെ നാം എന്ത് ചെയ്യണം? ഈ ദിവസകാലങ്ങളിൽ ഈ രക്ഷയുടെ പൂർണ്ണതയെ തികയ്ക്കുവാൻ ഏൽപ്പിക്കണം. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും കുറ്റരഹിതരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ദൈവമക്കളെ തിരഞ്ഞെടുത്തതാണ്. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തന്റെ സന്നിധിയിൽ കർത്താവിന്റെ മുൻപിൽ ചെല്ലുമ്പോൾ, ഈ ഭൂമണ്ഡലത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ മക്കളായി അവനെ അനുധാവനം ചെയ്യുമ്പോൾ നാം വിശുദ്ധരായിരിക്കണം. 1. 2 നാം കുറ്റരഹിതരായിരിക്കണം. 3 നാം നിഷ്കളങ്ക മക്കളായിരിക്കണം. അതിനു വേണ്ടിയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഹല്ലേലൂയ നാം വിശുദ്ധരായി ജീവിച്ചാൽ ദൈവത്തിന് നമ്മൾ പ്രിയരായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. 1 തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 1:4 എന്നാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോസ്തലനുള്ള അറിവാ. അപ്പം പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവം ആമേൻ തന്റെ ജനത്തെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ അപ്പോസ്തലൻ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ അവർ നശിച്ചു പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി പോരാടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ തിരഞ്ഞെടുക്കുവാൻ നമ്മളിൽ യോഗ്യത കണ്ടിട്ടാണോ? എന്താ ഗുണം നമ്മളിൽ കണ്ടത്? നമുക്ക് ഒരു യോഗ്യതയും പറയുവാനില്ലാതിരുന്നപ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഞാൻ എപ്പോഴും പാടും, ഒരു യോഗ്യതയും പറവാനില്ലയേ, കൃപ മാത്രമൊന്നു മതിയേ. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന, പാപത്തിന്റെ അന്ധതമസിൽ കിടന്ന, ചേറ്റുകുണ്ടത്തിൽ കിടന്ന, നാശകരമായ കുഴിയിൽ കിടന്ന, ഹല്ലേലൂയ ആർക്കും വേണ്ടാത്തവരായി കിടന്ന, ആർക്കും ദയ തോന്നാത്തവരായി കിടന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ നിങ്ങളെയും തേടി വന്ന സ്വർഗത്തിന്റെ സ്നേഹം. ആകയാൽ ഇങ്ങനെ പറ, കൃപയൊന്ന് മാത്രം മതിയപ്പ. നിന്റെ സ്നേഹത്തിന്റെ ആഴം,
ഹല്ലേലൂയ. എന്നെ ഈ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയത് അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങയുടെ വിശുദ്ധി ഹല്ലേലൂയ ഞാൻ അനുഭവിക്കേണ്ടതിന് അങ്ങയുടെ മകളായി തീരുവാൻ, അങ്ങയുടെ മകനായി തീരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് കൊണ്ടാ. എന്തെന്നാൽ അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് നാം മാത്രമല്ല, ക്രിസ്തുവിന്റെ മക്കൾ എന്നുള്ള തിരിച്ചറിവ് മറ്റുള്ളവരും കൂടി ഇതറിയേണ്ടതിന് ദൈവമക്കളെ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മറ്റുള്ളവർ നമ്മെ വീക്ഷിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ, മറ്റുള്ളവരുടെ ദൃഷ്ടികൾക്ക് മുൻപിൽ നാം ഭോഷരല്ല, ദൈവത്തിന്റെ പ്രിയ മക്കളാണ്, കൃപയേറ്റെടുത്തവരാണ്. ഹല്ലേലൂയാകയാൽ നമ്മുടെ ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം അവർ നമ്മിലൂടെ തിരിച്ചറിയണമെന്ന് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആമേൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം ആമേൻ അതിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. വെറുതെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാനല്ല, പ്രിയ മക്കളായിട്ട്. ഞാൻ പറയട്ടെ, ഒരപ്പനും അമ്മയ്ക്കും മക്കളും പ്രിയ മക്കളും. ചിലര് പറയും, ചില കുട്ടികൾ പറയും അപ്പന് നിന്നോടാ ഇഷ്ടം, ആങ്ങളിയോട് പറയും നിന്നോടാ ഇഷ്ടം. ആമേൻ. ചിലര് പറയും നിന്നോടാ ഇഷ്ടം, അന്യോന്യം പഴിചാരും, അന്യോന്യം പറയും നിങ്ങളോടാ ഇഷ്ടം, എന്നോട് ഇഷ്ടമില്ല എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് അങ്ങനെ വ്യത്യാസമില്ല. അവൻ സകലത്തെയും ആമേൻ ഉളവാക്കിയവൻ. ആമേൻ. തന്റെ കൈയാൽ മെനയപ്പെട്ട മനുഷ്യനെ തന്നെ അത്യധികമായി സ്നേഹിച്ചിട്ട് ഈ ഭൂപരപ്പിലേക്ക് അവരുടെ പാപത്തിന് തക്ക ശിക്ഷ കൊടുക്കാതെ ആ ശിക്ഷ മുഴുവൻ തന്റെ തോളിലതൊക്കെ ഏറ്റെടുത്തിട്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി പാപമായി തീരുവാൻ കരുണ കാണിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുൻപ്, ഞാൻ ചിന്തിക്കുക അമ്മയുടെ ഉദരത്തിൽ വെച്ച് മാത്രമല്ല, അതിനു മുൻപേ, ഈ ലോകം ഉണ്ടാക്കുന്നതിന് മുൻപേ തന്നെ അവൻ എന്നെ നിങ്ങളെ കണ്ടിരുന്നു. എത്ര ഭാഗ്യശാലികളാണ് നമ്മൾ. ഇതിനൊക്കെ യോഗ്യത ഉണ്ടായിരുന്നു. എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. അത്രമാത്രം ആ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തിയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം ഇന്ന് പകൽക്കാലം ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചിലവഴിക്കുന്നതായി മാറണം. പലപ്പോഴും ഹല്ലേലൂയ പ്രിയ മക്കളായി തീരണം. ലോകപ്രകാരം ഹല്ലേലൂയ ഹല്ലേലൂയ മക്കൾ എന്നുള്ള പദവിയല്ല, പ്രിയ മക്കൾ എന്നുള്ള പദവിയിലേക്ക് നാം കടന്നു വരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസി വിശുദ്ധിയിൽ വളരുവാൻ ദൈവാത്മാവ് നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരുമ്പോൾ, ദൈവമക്കളെ അവൻ വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായി തീരണം. അവന്റെ പ്രിയ മക്കളായി തീരുവാൻ നാം അവനോട് കൂടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവാത്മാവ് പറഞ്ഞത്, നാം എന്ത് ചെയ്യണം? വേണ്ടാത്ത നമ്മുടെ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളഞ്ഞിട്ട് മരിപ്പിച്ചിട്ട് നല്ലതിനെ നാം എന്ത് ചെയ്യണം? ഹരിക്കണം. ചെയ്തുകൂടാത്ത കാര്യങ്ങളെ ചെയ്യുന്നതും ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതിരിക്കുന്നതും ഒരുപോലെ ശിക്ഷാർഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? എന്താ? ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളയുവാൻ കഴിയാതെ ഹല്ലേലൂയ അകൃത്യവും ഹല്ലേലൂയ കൃത്യവിലോപവും ഒരുപോലെ ഗൗരവമുള്ളത് അധികം മക്കളെ. മനസ്സലിവും ദയയും ദീർഘക്ഷമയും ആമേൻ ദൈവിക സ്വഭാവങ്ങളാണ്. ഈ ഹല്ലേലൂയ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടോ? നിന്റെ സഹോദരനെ കാണുമ്പോൾ നിനക്ക് ദയുണ്ടോ? മനസ്സലിവുണ്ടോ? അവന്റെ ഇല്ലായ്മയിൽ, അവന്റെ ഉള്ള അവസ്ഥകളിൽ, അവന്റെ കഷ്ടതയിൽ, അവന്റെ പ്രയാസത്തിൽ അവനോട് ചേർന്നിരിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് എല്ലാ നന്മകളും തന്നിരിക്കുമ്പോൾ, എല്ലാ അനുഗ്രഹങ്ങളും തന്നിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സമസൃഷ്ടങ്ങളെ ഒന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോൾ വയനാട്ടിൽ എന്തോ ഒരു സംഭവങ്ങളാണ് നടക്കുന്നത്. ദൈവമക്കളെ, അവരെ ഓർക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നിനക്ക് സാമ്പത്തികം കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. നിനക്ക് ഒരു വാക്കിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, വസ്ത്രമായിട്ട്, ഭക്ഷണമായിട്ട് എന്താണ് കഴിയുന്നത്? ഇല്ല, പ്രാർത്ഥിപ്പാനേ കഴിയുള്ളൂ എങ്കിൽ അങ്ങനെയെങ്കിലും നാം അവർക്ക് വേണ്ടി ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, നമ്മിൽ ഒരു മനസ്സലിവ് ഉണ്ടാകണം. ഹല്ലേലൂയ ദയ നമ്മളിൽ ഉണ്ടാകണം. ആമേൻ. മാത്രമല്ല നമ്മോട് ആമേൻ ക്ഷമിക്കാത്തവരോട്, നമ്മുടെ ശത്രുക്കളായവരോട് പോലും ക്ഷമിക്കുവാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്.
സാധാക്ഷമയല്ല, ദീർഘക്ഷമ. നമ്മുടെ കർത്താവ് ദീർഘമായി നമ്മളോട് ക്ഷമിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഹാലലുയ അവന്റെ സന്നിധിയിൽ വിശുദ്ധരായി തീരുവാൻ, അവന്റെ പ്രിയമക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ പാപത്തിന്റെ ഗൗരവം നമുക്ക് അറിയത്തില്ല, എന്തെല്ലാം ചെയ്തു കൂട്ടിയെന്ന് അറിയത്തില്ല. മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റൂല്ലേ? നമ്മളിപ്പോ ഒരു കറി വെച്ചു, ആ കറിയില് എന്തൊക്കെ ഉണ്ടെന്ന് നല്ല പാചകക്കാരനാണെങ്കിൽ മനസ്സിലാക്കാം എന്തെല്ലാം കുറവുകളുണ്ട് എന്നും. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരാൾ കറി വെച്ചത് രുചിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമുക്ക് സ്വയം കണ്ടെത്തുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ മാത്രമാ. നമ്മളിലുള്ള ആത്മാവിന്റെ നിയന്ത്രണവും നിയോഗവും ആമേൻ തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ആമേൻ. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവർ, ആമേൻ, ആത്മാവിൽ നീന്തി തുടിച്ചു കഴിയുന്നവർക്ക് തിരിച്ചറിയുവാൻ കഴിയും നമ്മളുടെ കുറവുകൾ എന്താണ് എന്നുള്ളത്. ആകയാൽ ഇന്ന് പകൽക്കാലം മനസ്സലിവും ദയയും ദീർഘക്ഷമയും ഈ ദൈവീയ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മാത്രമല്ല അപ്പോസ്തലൻ പറയുന്നുണ്ട്, താഴ്മയും സൗമ്യതയും ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ആമേൻ സ്വഭാവത്തിന്റെ ലക്ഷണങ്ങളാണ്. ക്രിസ്തുവിന്റെ ലക്ഷണങ്ങളാണ്. ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വൃതന്മാരിൽ ഈ സൽഗുണങ്ങളെല്ലാം വിളങ്ങിക്കാണുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ഈ സൽഗുണങ്ങളെ ലോകം നമ്മൾ കാണണം. നാം അഭിഷിക്തരെന്നും നാം ആമേൻ ഇന്ന് പകൽക്കാലം വൃതന്മാരെന്നും ആമേൻ ദൈവത്തിന്റെ വിശുദ്ധ ഗണമെന്നും അഭിമാനം കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മിൽ ഈ സ്വഭാവങ്ങൾ മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. ദൈവമക്കളെ, വഴിതെറ്റിപ്പോകുന്ന ഹല്ലേലൂയ മനുഷ്യ ആത്മാക്കളോട് ഹല്ലേലൂയ വിദ്വേഷമല്ല, മനസ്സലിവാണ് ഉണ്ടാകേണ്ടത്, അല്ലേ? ലോകത്തിന്റെ മായാമോഹത്തിൽ കഴിയുന്ന അവന്റെ ഇഷ്ടം അനുസരിച്ചല്ല ജീവിക്കുന്ന, അങ്ങനെ ജീവിച്ചോട്ടെ. ഞാൻ എത്ര ഗുണദോഷിച്ചു, പറ്റത്തില്ല എന്നല്ല പറയേണ്ടത് ദൈവമക്കളെ. ആമേൻ. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്നല്ല, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ ജാഗരൂകരാകുവാൻ നാം തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയാ, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്ക് വലിയൊരു ആത്മഭാരം ഉണ്ടാകണം. ദേശത്ത് കോടാനുകോടി ഹല്ലേലൂയ ജനങ്ങൾ നശിക്കുമ്പോൾ അവരുടെ ആത്മാക്കളുടെ വില ആമേൻ നമ്മോട് കർത്താവ് ചോദിക്കും. ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ് ഒരു ആത്മാവിന്റെ വിലയെങ്കിൽ ഹല്ലേലൂയ നമ്മയൊക്കെ അവരുടെ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. ഒരിക്കൽ ഹല്ലേലൂയ കായിൻ ചോദിച്ചു, ഹാബേലിന്റെ കാവൽക്കാരനാണോ ഞാന്? ഹല്ലേലൂയ. കായിനെ, നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കാം. അവന്റെ കാവൽക്കാരനോ എന്നാ ദൈവത്തോട് ചോദിച്ചത്. നമ്മെ ദൈവം കാവൽക്കാരാക്കി വെച്ചിരിക്കുക. ദൈവമക്കളെ, നമ്മുടെ സമസൃഷ്ടങ്ങൾ നശിക്കരുത്, നമ്മുടെ കുടുംബത്തിലുള്ളവർ നശിക്കരുത്, നമ്മുടെ പ്രിയപ്പെട്ടവർ നശിക്കരുത്. അവരുടെ അടുക്കൽ ഈ സത്യ സുവിശേഷം എത്തിക്കുവാൻ വായ് തോരാതെ പറയുന്നതിലല്ല, വായ് തോരാതെ പ്രസംഗിക്കുന്നതിലല്ല, ജീവിത വിശുദ്ധി കൊണ്ട് ആമേൻ, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ദീർഘക്ഷമ കൊണ്ടും, നമ്മുടെ സ്നേഹം കൊണ്ടും, നമ്മുടെ സൗഹൃദം കൊണ്ടും, നമ്മുടെ മനസ്സലിവ് കൊണ്ടും ഹല്ലേലൂയ വഴിതെറ്റി പോകുന്നവരെ ആമേൻ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ നാം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരുക്കമുള്ളവരായി ആമേൻ നമ്മെ തന്നെ പരിത്യജിച്ചുകൊണ്ട് നാം ആത്മാവിന്റെ സ്വഭാവങ്ങളെ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കാൻ മിടുക്കരാ, അല്ലെ? ആമേൻ. ഗുണദോഷിക്കാൻ മിടുക്കരാ. പക്ഷെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ കഴിയണം. ഞാൻ എപ്പോഴും പറയും, പ്രസംഗമല്ല ജീവിതം, ജീവിതമാണ് പ്രസംഗം. എന്നാൽ എന്റെ ജീവിതം കണ്ടു വേണം അനേകർ കർത്താവിനെ അറിയുവാൻ, അനേകർ യേശുവിനെ അറിയുവാൻ എന്റെ ജീവിതം കണ്ടു വേണം. അല്ലാതെ ഞാൻ എന്റെ പ്രസംഗം കേട്ടല്ല പലരും കർത്താവിനെ അറിയേണ്ടത്. പ്രസംഗം കേട്ട് അറിയണം, പക്ഷെ ജീവിതം, എന്നെ കാണാത്തവർ എന്റെ പ്രസംഗം കേൾക്കും, എന്നാൽ എന്നെ പറ്റി അന്വേഷിക്കുമ്പോൾ എന്റെ ജീവിതം ഹല്ലേലൂയ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലാണോ? ഹല്ലേലൂയ ഞാൻ പ്രസംഗിക്കപ്പെടുന്ന തിരുവചനം ആമേൻ കേൾക്കപ്പെടുന്ന ഹൃദയങ്ങളോട് ഇടപെടുവാനും ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആമേൻ വെറും വാക്കുകൾ അധരചർവണത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ന് പകൽക്കാലം നമ്മുടേതായ ജീവിതത്തിൽ ആമേൻ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും ക്രിസ്തുവിലേക്ക് ജനത്തെ അടുപ്പിക്കുവാൻ കാരണമാക്കണം ഇന്ന് പകൽക്കാലം. അല്ലാതെ ഹല്ലേലൂയ വെറും വാക്കുകൾ കൊണ്ട് ഹല്ലേലൂയ ആർക്കും ആരെയും നേടിയെടുക്കുവാൻ സാധ്യമാകത്തില്ല. ഹല്ലേലൂയ നമ്മുടെ പ്രവർത്തികളാൽ തന്നെ ദൈവം സ്നേഹമാണ് എന്ന് വെളിപ്പെടുത്തുവാൻ ഇടയാക്കണം. 1 യോഹന്നാൻ ആമേൻ 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വേദഭാഗം ഇരിക്കുന്നു. എന്തെന്നാൽ കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല
പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ആമേൻ, ആമേൻ. എന്താണ്? പ്രവൃത്തിയിലും സത്യത്തിലും. വാക്കിനാലും നാവിനാലും ഘോരഘോരമാർക്കും പ്രസംഗിക്കാം. പാർട്ടി നേതാക്കന്മാർ എത്രയോ പ്രസംഗങ്ങൾ നടത്തുന്നു. അത് കേട്ടിട്ട് ആർക്കെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? അവർ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. അവർ ജയിച്ചു കഴിയുമ്പോൾ അതൊക്കെ അവർ മറന്നു പോവുക. ഇതുപോലെ വാഗ്ദാനങ്ങൾ കൊടുത്തുള്ള പ്രസംഗമല്ല. വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും. ഹല്ലേലൂയ. അവരെ സ്നേഹിക്കുവാൻ കർത്താവിന്റെ മക്കൾക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവിന്റെ സ്നേഹം പ്രകടമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ദൈവമക്കളെ. ആകയാൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാന തത്വം അതാണ്. ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ സ്നേഹമാകുന്നു. ഈ സ്നേഹമായവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. ആകയാൽ ആ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെടുമ്പോൾ ഈ സ്നേഹം നാം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ബാധ്യസ്ഥരുമാണ്. അങ്ങനെയാണ് ആ സ്നേഹം നമ്മളെ മറ്റുള്ളവർ മുൻപാകെ പ്രകടമാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മാനവ ഹൃദയങ്ങളെ ആമേൻ മൃദുലപ്പെടുത്തുക മാത്രമല്ല, മാധുര്യമുള്ളതാക്കി മാറ്റുവാനും സുവിശേഷ ണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യ സുവിശേഷം ഹൃദയങ്ങളെ കീറിമുറിക്കും. ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരപ്പെടുവാൻ ഇടയാകും. മാധുര്യമാം തിരുവചനം എൻ ഹൃദയത്തിന് ആശ്വാസം എന്ന് പാട്ടുകാരൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാധുര്യമാം നിൻ വചനം ഹൃദയത്തിനാനന്ദമായി. അല്ലെ? പാട്ടുകാരൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പാടുമ്പോൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. കർത്താവ് നമ്മുടെ കണ്ണീര് തുടയ്ക്കും. സ്നേഹനിധിയായവനായത് കൊണ്ടാണ്. അവൻ പിന്നെ പാട്ടുകാരൻ പാടുക, ആരാധ്യൻ യേശുപരാ നമിക്കുന്നു ഞാൻ പ്രിയനേ. ഹല്ലേലൂയ. ആരാധ്യനായ കർത്താവ് ആ തേജസ്സേറും പ്രഭ കൊണ്ട് നമ്മെ ചുറ്റി പരിപാലിച്ചിരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ആഴത്താൽ നമ്മിൽ പകരപ്പെട്ട ശക്തിയാൽ ഈ മാധുര്യമുള്ള തിരുവചനം അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുകയും അവരെ ഈ ദിവസകാലങ്ങളിൽ ആമേൻ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുത്ത് ആമേൻ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ ഈ സുവിശേഷത്തിന്റെ സത്യം അവരുടെ ഇടയിലേക്ക് പകരപ്പെടുമ്പോൾ അവർ ഈ കൃപയിലേക്ക് വരുവാനും ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജീവിതത്തിൻ്റെതായ നിമിഷങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളെയും നാം ഏറ്റെടുക്കണം. ഇതിന്റെ 2-ാം അധ്യായം ആമേൻ 18-ാം വാക്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുക, കപടവിനയത്തിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിക്കുകയും സ്വന്തം ദർശനങ്ങളിൽ ആശ്രയിക്കുകയും തന്റെ ജഡമനസ്സിനാൽ ആമേൻ വ്യർത്ഥമായി അഹങ്കരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ ആമേൻ സമ്മാനത്തിനായി യോഗ്യരാക്കരുതേ. വെറുതെ എന്ന് പറയുന്ന സുവിശേഷങ്ങളൊന്നും അല്ല. ഹൃദയത്തെ കാപട്യത്താൽ നിറച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. സത്യവചനത്തെ പഥ്യമായി പ്രസംഗിച്ച് തിരുഹിത പ്രകാരം അവരെ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തോടും മനുഷ്യരോടും ആമേൻ കൂട്ടായ്മ ആചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സ്നേഹനീതിയായ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരുന്ന നിരപ്പിന്റെ ഒരു അനുഭവം ഹല്ലേലൂയ ഹൃദയങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം 22-ാം വാക്യത്തിലൂടെ പറയുകയാണ്. 2-ാം അധ്യായം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം പറയാം, പിടിക്കരുത്, രുചിക്കരുത്, സ്പർശിക്കരുത് എന്നിവയെല്ലാം മാനുഷ്യ കൽപ്പനകൾ ആകും, ഉപദേശങ്ങൾക്കും അനുസരണമായിട്ടുള്ളതാകിയാൽ ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത ഓരോരോ ആമേൻ ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം ഈ വാക്യങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കണേ. ഈ വാക്യങ്ങളെ കാണുന്നത് പോലെ താഴ്മയിൽ രസിക്കുന്ന അനുഭവമല്ല, താഴ്മ ധരിക്കുന്ന അനുഭവം ആണ് യഥാർത്ഥ ഭക്തന്റേത്. നമുക്ക് താഴ്മ ധരിക്കണം, വസ്ത്രം ധരിക്കുന്നത് പോലെ. അതിനുവേണ്ടി നാം കരയണം ദൈവമക്കളെ.
ഈ ദിവസങ്ങളിൽ കർത്താവേ അതിനെനിക്ക് കൃപ നൽകണമേ എന്ന് എത്ര പേർ ആത്മാർത്ഥമായി കരയുവാനിടയാകും. ഇന്ന് പകൽക്കാലം ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് തന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പകൽക്കാലം യഥാർത്ഥ ഭക്തന്റെ ആഗ്രഹം എന്തായിരിക്കണം? ദൈവിക സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. താഴ്മയിൽ രസിക്കുവാനല്ല കർത്താവേ, താഴ്മ എന്നുള്ള സ്വഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മാത്രമല്ല ദീർഘക്ഷമ നമ്മളിൽ ഉണ്ടാകണം. കോപത്തെ ഹല്ലേലൂയ നാം എന്ത് ചെയ്യണം? കടിഞ്ഞാണിട്ടിട്ട് കാക്കണം. പലപ്പോഴും ഹല്ലേലൂയ മറ്റുള്ളവരുടെ കോപത്തെ ക്ഷമയോടെ വീക്ഷിക്കുന്നത് ആമേൻ ഹല്ലേലൂയ നമ്മൾ സഹിഷ്ണുതയുള്ളതാക്കി കാണും. എന്നാൽ നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാതെ വരികയാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, കോപത്തെ നിയന്ത്രിക്കുവാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ഒരു കുതിരയ്ക്ക് മുഖപ്പട്ട കെട്ടിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ ലോകത്തിന്റെ അവിടേക്ക് നോക്കും ഇവിടേക്ക് നോക്കും, എന്നാൽ രണ്ടു വശത്തും അതിന് മുഖപ്പട്ട ഇങ്ങനെ കെട്ടിവെച്ചേക്കുക. നേരെ ത്രൂ ഔട്ട് ആമേൻ യജമാനൻ കൊണ്ടുപോകുന്ന ഇടത്തേക്ക് ആമേൻ ഹല്ലേലൂയ ഡെസ്റ്റിനേഷനിൽ എത്തും വരെയും അത് അങ്ങും ഇങ്ങും നോക്കി അതിന്റെ യാത്രയ്ക്ക് ഭംഗം വരരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇന്ന് പകൽക്കാലം ക്ഷമയാകുന്ന ആമേൻ ദീർഘക്ഷമയാകുന്ന സ്വഭാവം ഏറ്റെടുത്ത് അവിടെയും ഇവിടെയും നോക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം നശിപ്പിക്കാതെ ആമേൻ നാം മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് സഹന ശക്തിയുള്ളവരായി കോപത്തെ കടിഞ്ഞാണിട്ടുകൊണ്ട് ദൈവകൃപ ഏറ്റെടുക്കുവാൻ സഹിക്കുന്ന സ്വഭാവം, സഹനശക്തിയാകുന്ന സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ സർവദാ വെളിപ്പെടുവാൻ നാം പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ആമേൻ നമ്മോട് കരുണ കാണിക്കും. ദൈവമക്കളെ, നമ്മൾ എത്രയോ തെറ്റുകള്, എത്രയോ കുറവുകള്, എത്രയോ ബലഹീനതകള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇവയെല്ലാം സ്വർഗസ്ഥ പിതാവ് നമ്മോട് കരുണ കാണിച്ച് അവന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് അവൻ നമ്മോട് കരുണ കാണിച്ച് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിച്ചെടുത്തുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിന് ഹല്ലേലൂയ ഈ സ്വഭാവം അവനിൽ സർവദാ വിളങ്ങി കണ്ടപ്പോൾ നാം അവന്റെ മക്കളായി തീരുന്നുവെങ്കിൽ അവന്റെ മക്കളായിരിക്കുന്ന നമുക്കും ഈ സ്വഭാവം ഉണ്ടാകണം. ക്ഷമിക്കുവാനുള്ള ആമേൻ മനോഭാവം നമ്മളിൽ പലർക്കും ഉണ്ടാകണം. എന്നാൽ ദീർഘമായി ക്ഷമിക്കുവാനുള്ള സന്നദ്ധത ഹല്ലേലൂയ നമ്മളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മളിൽ വേണ്ടവണ്ണം ആത്മീയ പക്വത പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദൈവമക്കളെ, ആത്മീയ പക്വതയിലേക്ക് നാം വന്നില്ല എങ്കിൽ, ഒരു യഥാർത്ഥത്തിൽ മച്യൂരിറ്റി നമുക്കുണ്ടായില്ല എങ്കിൽ നാം ശിശുവാകുന്ന അവസ്ഥയിൽ തന്നെയാണ്. ഒരു ശൈശവദശ കടന്നെങ്കിൽ മാത്രമേ കൗമാരത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയൂ. കൗമാരദശ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആമേൻ യുവത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ. ദൈവമക്കളെ, ഹല്ലേലൂയ മച്യൂരിറ്റി നമുക്ക് ആവശ്യമാണ്. ആകയാൽ ആത്മീയ പക്വത ഹല്ലേലൂയ ഒരു സ്പിരിച്വൽ മച്യൂരിറ്റി നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്ഷമിപ്പാനുള്ള സന്നദ്ധത എനിക്ക് തരണമേ. ദീർഘക്ഷമയോടെ ഹല്ലേലൂയ അങ്ങ് എന്നോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോസ്തലൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? സൗമ്യതയും ദീർഘക്ഷമയും മനസ്സലിവും ദയയും ഒക്കെ എന്ത് ചെയ്യണം? ധരിക്കണമെന്നുള്ളതാ. ഹല്ലേലൂയ ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായിരുന്ന ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങൾ ആമേൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ അവരുടെ ഇടയിലും വഴക്കുകളൊക്കെ ഉണ്ടാകും. അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ വഴക്കുണ്ടാകും. വഴക്കില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, അന്യോന്യം നമ്മളൊക്കെ ഓരോ വ്യക്തിത്വങ്ങളാണ്. അന്യോന്യം നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഭർത്താവ് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാകും, ഭാര്യ ഭർത്താവുമായിട്ടൊക്കെ വഴക്കുണ്ടാകും. പക്ഷെ അവിടെ ക്ഷമിക്കുവാനുള്ള കഴിവ് നമ്മൾക്കുണ്ടാകണം. പല പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹാരം കണ്ടെത്തുവാൻ നാം ആമേൻ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ വൈരാഗ്യ മനോഭാവം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകും. വൈരാഗ്യ മനോഭാവം നമ്മയെയും പാപത്തിൽ കൊണ്ടെത്തിക്കും. ഈ വൈരാഗ്യ മനോഭാവം പരസ്പരം നമ്മെ വിരുദ്ധ ധ്രുവത്തിൽ കൊണ്ടെത്തിക്കും. ആമേൻ അങ്ങനെയാണ് പല കുടുംബങ്ങളിലും ഡിവോഴ്സുകൾ ഉണ്ടാകുന്നത്. പല കുടുംബങ്ങളിലും കയ്പിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങുന്നത്. അന്യോന്യം ക്ഷമിക്കപ്പെടുവാൻ കഴിയാത്ത നിസാര കാര്യങ്ങൾ ദൈവമക്കളെ ജീവിതത്തിൽ ഉരുത്തിരിയുമ്പോൾ ദൈവത്തോട് കേണു പ്രാർത്ഥിക്കുക. കർത്താവെ, നമ്മൾ ആരാധിക്കാൻ പോകുന്നുണ്ടാ? പ്രാർത്ഥിക്കാൻ
പോകുന്നുണ്ട്, വിശുദ്ധ ആരാധന സംബന്ധിക്കുന്നുണ്ട്, ആമേൻ തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ട്, ഒറ്റക്കൂട്ടായ്മ പോലും മുടക്കാതെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, കൃപാവരങ്ങളൊക്കെ നമ്മളിൽ ഉണ്ട്. എന്നാൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന വരങ്ങൾ, ആ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന സ്വഭാവങ്ങൾ നമ്മിൽ ഇല്ല എങ്കിൽ, ഞാൻ പറയട്ടെ, കർത്താവ് പറയുന്ന എന്താ? നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിങ്ങൾ എന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി പോകുകയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഈ ശബ്ദത്തിൽ ഹല്ലേലൂയ കേൾക്കുവാനിടയാകല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ സ്നേഹത്തിൽ നമ്മളുടെ ജീവിതം മുന്നേറേണ്ടതിന് ആമേൻ ദീർഘമായി ക്ഷമിക്കുവാനുള്ള വരം ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കണം. പലപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ക്ഷമിക്കപ്പെടുവാനുള്ള കൃപ എനിക്കും തരണമേ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തതും നമുക്ക് അസഹനീയമായ വിധത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ ചിലപ്പോൾ അവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിക്കും, കർത്താവേ ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ. അങ്ങ് എന്നോട് ക്ഷമിച്ചുവെങ്കിൽ എനിക്ക് അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ. ദൈവമക്കളെ, മനുഷ്യ സഹജമായി നമുക്ക് പലതും ക്ഷമിക്കപ്പെടുവാൻ കഴിയാതെ ഒത്തിരി തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിക്കുന്നവർ കാണാം. നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം നമ്മളെ കരുതേണ്ടിയവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മെ അപഹസിക്കുമ്പോൾ, നമ്മെ നിന്ന് വാക്കുകൾ പറയുമ്പോൾ, നമുക്കെതിരെ അപവാദ വാക്കുകൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് ഹൃദയംഗമായി വേദനയുണ്ടാകും. ഒരുപക്ഷെ അവരോട് ഒരിക്കൽ പോലും ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ സംസർഗം അരുതേ എന്ന് ചിന്തിച്ച് നാം ആഗ്രഹിച്ച് അവനും മാറി 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 പോകുമ്പോൾ ദൈവാത്മാവ് ഹൃദയമായി അവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, മകളെ അരുത്, ഹല്ലേലൂയ, ഞാൻ നിന്നോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. പലപ്പോഴും എനിക്ക് കർത്താവേ, ഞാൻ പറയും, അപ്പാ എന്റെ ഹൃദയം എത്ര മുറിപ്പെട്ടപ്പാ, എന്റെ ഹൃദയം എത്ര വേദനിച്ചപ്പാ, എനിക്കത് സാധിക്കുന്നില്ല കർത്താവേ, എനിക്ക് കൃപ തരണമേ എന്ന് നെടുമ്പാട് വീണ് കരയുന്ന അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആകയാൽ കർത്താവ് നമ്മുടെ വലുതും ചെറുതുമായ അകൃത്യങ്ങളെ ക്ഷമിച്ചെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മുടെ അകൃത്യത്തിന്റെ ആഴം നമുക്കറിയായ്മ കൊണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ അകൃത്യത്തിന്റെ ആഴം നമുക്കറിയാമെങ്കിൽ നമ്മുടെ അകൃത്യത്തിന്റെ ആഴം നമ്മുടെ കർത്താവിന് അറിയാം. ആമേൻ. എത്ര വലിയ അകൃത്യങ്ങൾ നമ്മളിൽ ഉണ്ടായാലും അത് ക്ഷമിക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അന്യോന്യം ഉണ്ടാകുന്ന ആമേൻ കാര്യങ്ങൾക്ക് ക്ഷമാപണം ചെയ്യുവാൻ, ഹല്ലേലൂയ ക്ഷമിച്ചു കൊടുക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ ഒക്കെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും അത് കഴിയാതെ വരുമ്പോഴാണ് ആമേൻ സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോളം അല്ല, വർഷങ്ങളോളം മിണ്ടാത്ത ഭാര്യ ഭർത്താക്കന്മാരെ എനിക്കറിയാം. അത് ചിലപ്പം രണ്ടുപേരുടെയും തെറ്റായിരിക്കില്ല. ആമേൻ. ചിലപ്പോ രണ്ടുപേരിൽ ഒരാളുടെ തെറ്റായിരിക്കാം. ആമേൻ. ഒരുപക്ഷെ ഭാര്യ ഇന്നസെന്റ് ആയിരിക്കാം, ഇല്ല ഭർത്താവ് ഇന്നസെന്റ് ആയിരിക്കാം. പക്ഷെ തങ്ങളുടെ സ്വാർത്ഥ ജീവിതം, തങ്ങളുടെ വഴിതെറ്റിയ ജീവിതം, തങ്ങളുടെ മോശമായ ജീവിതം പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിക്കുമ്പോൾ ദൈവമക്കളെ അവിടെ വഴക്കുണ്ടാകുകയാണ്. ഈ വഴക്കാപ്പിനെയും ഹല്ലേലൂയ പരാതികളിലും പരിഭവങ്ങളിലും കൊണ്ടെത്തിക്കുകയാണ്. പലപ്പോഴും പുലമ്പുന്ന അനുഭവങ്ങൾ, നമ്മൾ പിറുപിറുക്കുന്ന അനുഭവങ്ങൾ, അന്യോന്യം ഭീഷണിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അന്യോന്യം നാം ഹല്ലേലൂയ ആമേൻ കുറ്റം പറയുന്ന കുറ്റാരോപം നടത്തുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ എന്താണെന്നറിയാമോ? അന്യോന്യം മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് സ്വാർത്ഥത ആമേൻ പിശാച് അവിടെ കൊണ്ടിട്ട് സ്വാർത്ഥ മനോഭാവത്തോടെ ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളെ വിഘടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ മുൻപിൽ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ ജീവിതത്തിൽ ദൈവഹിതത്തിനായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ശത്രു വിതറിയിരിക്കുന്ന കള ആ നിലകളിൽ മാറ്റിയെടുത്തിട്ട് ആത്മാവിന്റെ അഭിഷേകത്തോടെ മുന്നേറുവാൻ നാം ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് നമ്മുടെ അപരാധങ്ങൾ ക്ഷമിച്ചതുപോലെ നാമും അന്യോന്യം ക്ഷമിക്കേണ്ടതാകുന്നുവെന്ന് മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12 മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തന്റെ ഗിരിപ്രഭാഷണത്തിൽ ആമേൻ യേശുക്രിസ്തു തന്റെ ശിഷ്യരെ പഠിപ്പിച്ചത് ആമേൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഗിരിപ്രഭാഷണം വളരെ അനുഗ്രഹിക്കപ്പെട്ടത്. നിങ്ങൾ ആവർത്തിച്ച് ആമേൻ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിക്കണം. അത് നമുക്ക് ആവശ്യമാകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആകയാൽ ഇന്ന് കാല ജീവിതത്തിൽ ആമേൻ ക്ഷമയെന്നുള്ള മാനദണ്ഡം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ
അത്യാവശ്യമാകയാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിന്റെ മേൽ നാം ജയമെടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുവാൻ ഇടയാക്കും. പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. തുടർന്ന് പ്രശ്ന പരിഹാരം ആമേൻ ഉണ്ടാക്കിയെടുത്താൽ ഹല്ലേലൂയ അവിടെ വിജയിച്ചു. ആദിമ സഭയിലും അങ്ങനെ ആമേൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മള് ദിവസം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദിമ സഭയിലും അപ്പോസ്തലന്മാരിലും ആമേൻ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ സഹജമായിരുന്നു. ആമേൻ. എന്നാൽ ദൈവമക്കളെ ഇന്ന് പകൽക്കാലം അവരൊക്കെയും പറഞ്ഞ് അപ്പോസ്തല പൗലോസ് യാത്രയിൽ മർക്കോസുമായിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഭയങ്കര ഉഗ്രവാദങ്ങൾ ഉണ്ടായതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ ഉഗ്രവാദത്തിന്റെ ഒക്കെ നടുവില് അവർ പിന്നെയും പറഞ്ഞ് അതിന് മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ആമേൻ ധരിച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ജീവിതം ആമേൻ ഉരിഞ്ഞു വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് അതിവേഗം ഒരു വേദഭാഗം കൂടെ വായിക്കാം. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വേദഭാഗം ഒരാളൊന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വേദഭാഗം. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. Praise the Lord. Hallelujah. Amen. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളണം. നമ്മൾ ധരിക്കേണ്ടത് എന്തൊക്കെയാന്ന് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞു. അപ്പം യേശു ക്രിസ്തുവിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. എന്തൊക്കെയുണ്ട്? മനസ്സലിവുണ്ട്, ദയയുണ്ട്, താഴ്മയുണ്ട്, ദീർഘക്ഷമയുണ്ട്, ഇവയെല്ലാം ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞത്? നിങ്ങൾ ധരിച്ചു കൊള്ളുവീൻ. അങ്ങനെ ചെയ്താൽ ജഡീക മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഇടയാകത്തില്ല. ജഡമോഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നവര് യേശുക്രിസ്തുവിനെ ധരിക്കാൻ പറ്റത്തില്ല. ആ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് ഹല്ലേലൂയ നാം മറ്റുള്ളവർ മുൻപാകെ വെളിപ്പെടുത്തണം. ഈ റോമാലേഖനം തന്നെ 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വേദഭാഗം കൂടി നമുക്കൊന്ന് എടുത്ത് വായിക്കാം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്താൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. നമുക്കൊരു അറിവ് വേണം. എന്തിനാണ് നമ്മൾ എന്തിനാ സ്നാനപ്പെട്ടത്? യേശു ക്രിസ്തുവിനോട് ചേരുവാനാ, അല്ലെ? അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ ധരിക്കണം. യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന നമ്മൾ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ വാക്യങ്ങളിൽ കാണുന്ന സൽഗുണങ്ങളെല്ലാം ധരിക്കുന്നതിന് തുല്യ അർത്ഥത്തിലാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഓരോ പദത്തിന്റെയും അർത്ഥം ഹല്ലേലൂയ നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ആഴങ്ങളാണ്. ഒന്നാമതായിട്ട് മനസ്സലിവ് എന്ന് പറഞ്ഞാൽ കരുണയുടെ ഹൃദയ അവസ്ഥയാ. ഒരു കരുണയുള്ള ഹൃദയമാണ് മനസ്സലി ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കരുണയില്ലാത്തവർ, ദയയില്ലാത്തവർ, അല്ലെ? ഒരു ദയയില്ലാതെയാണ് നിർദാക്ഷിണ്യം ഇടപെടുന്നതെന്ന് പറയുന്നത്. അല്ലെ? ചില ഡോക്ടർമാര്, ചില കമ്പൗണ്ടർമാരൊക്കെ മുറിവ് അങ്ങോട്ട് മരുന്ന് വെക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? തേച്ചങ്ങോട്ട് അല്ലെ പറിച്ചെടുത്തിട്ട് നല്ല ഒന്നും മയവില്ലാതെ അതിന്റെ ചലവെല്ലാം അല്ലെ ക്ലീനാക്കും. എന്തിനാന്നറിയാമോ? എത്രയും പെട്ടെന്ന് സൗഖ്യമാകാന്. ചിലരെന്താ ചെയ്യും? തലോടിയിട്ട് മരുന്ന് വെച്ച് കെട്ടിവിടും. അപ്പൊ രോഗിക്കും കുഴപ്പമില്ല, ചെയ്യുന്ന ആൾക്കും കമ്പൗണ്ടറിനും കുഴപ്പമില്ല. അത് പറയൂ നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു കമ്പൗണ്ടറാന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അല്പം വേദനിച്ചാലും ഹല്ലേലൂയ നമ്മൾ അതിനെ പെട്ടെന്ന് നല്ല തേച്ച് മിനുക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ സ്തോത്രം, അവിടെ നമുക്ക് അതിവേഗം വിടുതല. അതാണ് ഇപ്പൊ മനസ്സലിവ് കൊണ്ട് തൊട്ട് തലോടി വിട്ടാൽ നടക്കത്തില്ല. അതുകൊണ്ട് ദൈവാത്മാ പറയാ, കരുണയുള്ളൊരു ഹൃദയം. ഒരവസ്ഥയിൽ ആശുപത്രി വന്നിട്ട് പൈസ ഇല്ല, എത്രയും പെട്ടെന്ന് സൗഖ്യമാകണമെന്ന് ചിന്തിച്ച് ചിലർ ഒത്തിരിയും പൈസ ചെലവാക്കി, ചില ഡോക്ടേഴ്സ്, ചിലർ നിസ്സാര മരുന്നുകളിൽ നിർത്തും. ദൈവമക്കളെ, അതൊരു മനസ്സലിവ്, ഒരു കരുണയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ മറ്റുള്ളവരുടെ കരുണ ഉണ്ടാകണം. രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ വായിച്ച ദയ എന്ന് പറയുന്നത് നന്മ ചെയ്യുവാനുള്ള ഒരു നല്ല മനോഭാവത്തിനാണ് ദയ എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ കണ്ട് നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഒരു നല്ല മനോഭാവം, ആ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. മൂന്നാമതായിട്ട് നമ്മൾ കണ്ട താഴ്മ.
അപ്പം താഴ്മ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം ഉയർത്താത്ത മനോഭാവമാണ്. സ്വയം ഉയർത്താത്ത, താൻ ചെറുതാണെന്നും മറ്റുള്ളവർ തന്നേക്കാൾ ശ്രേഷ്ഠരാണെന്നുമുള്ള ഒരാഴമായ ബോധമാണ് താഴ്മ എന്ന് പറയുന്നത്. ഇത് നമ്മളിൽ ഉണ്ടോ? ഇതെല്ലാം ദൈവാത്മാവ് അപ്പോസ്തലനോട് പറയും, ധരിക്കണം. മറ്റുള്ളവരെ ശ്രേഷ്ഠരെ നെണ്ണുവാൻ നമുക്ക് കഴിയണം. ഈ ലൈനിൽ ഇന്ന് ഈ കടന്നു എനിക്ക് ഓരോ ഡിവൈസുകളും എന്നേക്കാൾ ശ്രേഷ്ഠരാണ്. ഞാൻ എപ്പോഴും പറയും, വചനത്തിൽ പ്രാവീണ്യമുള്ളവരും വളരെ ദൈവകൃപയുള്ളവരുമാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുൻപാകെ ഈ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഒന്നുമല്ല. ദൈവം തന്ന ഒരു പ്രാഗൽഭ്യത്തിൽ ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെക്കാൾ ഒട്ടും ശ്രേഷ്ഠയല്ല ഞാന്, നിങ്ങൾ എന്നെക്കാൾ ശ്രേഷ്ഠരാണ്. ആ ഒരു മനോഭാവം എനിക്ക് എപ്പോഴും ഉണ്ട്. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവം ഈ വചനം കേൾക്കുന്നവരും അങ്ങനെ തന്നെ. ആകയാൽ ഈ പകൽക്കാലം പറയട്ടെ, നമുക്ക് സ്വയം ഉയർത്താൻ ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം ദൈവം തന്നിരിക്കുന്ന കൃപ നാം പകരുക മാത്രമേ ഉള്ളൂ. തന്നെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠത നേടണം. അതാണ് താഴ്മയുടെ ലക്ഷണം. അത് 4-മതായിട്ട് സൗമ്യത, സ്വന്തം കോപത്തെ നിയന്ത്രിച്ച് കാക്കുക. ഹല്ലേലൂയ, അതാണ് സൗമ്യത. മറ്റുള്ളവരുടെ കോപത്തെ ക്ഷമയോടെ വീക്ഷിക്കുക. ഹല്ലേലൂയ. കൂടാതെ ദൈവത്തിന്റെ ഇടപാടുകളെ സന്തോഷമായി അംഗീകരിക്കുകയും എതിർക്കാതെ കീഴ്പ്പെടുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ആ സൗമ്യത എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് നമ്മളിൽ ഉണ്ടോ? സ്തോത്രം. നാം ശ്രദ്ധിക്കണം. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ദീർഘക്ഷമ, കോപം ഇളക്കാത്ത ചുറ്റുപാടുകളിൽ പ്രതികാര ചിന്ത കൂടാതെ ശാന്തമായി ഇടപെട്ട് ദീർഘകാലം മുൻപോട്ട് പോകുവാനുള്ള ഒരു കഴിവ്. ഹല്ലേലൂയ, അതാണ് പൊറുക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പൊറുക്കുക മീൻസ് സ്നേഹത്തിലെല്ലാം മറക്കുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായം എന്റെ 2-ാം വാക്യം നാം മുമ്പ് വായിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. അതിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവിൻ. അപ്പൊ ക്ഷമിക്കേണ്ടത് എങ്ങനെയാ? ദീർഘമായി ക്ഷമിക്കണം, അല്ലെ? പൂർണ്ണ വിനയത്തോടെ ക്ഷമിക്കണം, സൗമ്യതയോടെ ക്ഷമിക്കണം, സ്നേഹത്തിൽ ക്ഷമിക്കണം. എന്തെല്ലാം കാര്യങ്ങളല്ലേ ദൈവം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം ദൈവമക്കളെ. അത് നാം ചെയ്തില്ല എങ്കിൽ, അങ്ങനെ നാം ചെയ്തില്ല എങ്കിൽ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു പറയുന്നത് ഒരർത്ഥവുമില്ല. ആകയാൽ ഇന്ന് പോൽക്കാലം ഇവ ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള ഭാവം നമ്മളിലേക്ക് ഉളവാക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ മനോഭാവം എന്താ? അവൻ താഴ്മയുള്ളവനായിരുന്നു, അവൻ വിനയമുള്ളവനായിരുന്നു. അങ്ങനെ എങ്കിൽ ആ കർത്താവിന്റെ മനോഭാവം നമ്മളിലും ഉണ്ടാകണം. ഹല്ലേലൂയ. ഈ 10-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്നേഹം ധരിക്കണം. നമ്മൾ വായിച്ചല്ലോ, കൊലോസ്യർ 3:10 തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിരൂപത്തിനനുസരിച്ച് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ എന്ത് വായിച്ചു? അതുകൊണ്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കുവിൻ. അത്ര എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും ദൈവമക്കളെ ഇത് ധരിക്കണം. ഇനി 14-ാം വാക്യം ഞാൻ എന്തോട് വായിക്കാം? സർവോപരി സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. അതിനെപ്പറ്റി ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ നന്നായിട്ട് പറയാം. എങ്കിലും ഹല്ലേലൂയ, നാം ഇത് ധരിക്കുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണതയുടെ ഒരു ബന്ധമാണ് സ്നേഹം. അപ്പോൾ സ്നേഹം ധരിക്കുവാനാണ് അപ്പോസ്തലനിവിടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. വിദ്വേഷ മനോഭാവത്തെ ഹല്ലേലൂയ കൈവെടിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടിയവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കരുണ കാണിക്കാത്തവനോട് കരുണ കാണിക്കുകയും ന്യായ വിസ്താരത്തിന്റെ നാളിൽ നാം ദൈവത്തിൽ നിന്ന് ന്യായം പ്രാപിച്ചെടുക്കുകയും ചെയ്യുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അനേക വാക്യങ്ങൾ വായിപ്പാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്കൊരിക്കലും ക്ഷീണിച്ച് തളർന്നു പോകുവാൻ ഇടയാകാതെ യാക്കോബ് 2:12 കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് അതിവേഗം വായിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇവിടെ ഇന്ന് പകൽക്കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാണ്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എല്ലാ തെറ്റായ ധാരണകളും എല്ലാ തെറ്റായ സ്വഭാവങ്ങളും മാറിയിട്ട് ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നമ്മുടെ ജീവിതം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെടണം. യാക്കോബ് 2:12 വായിക്കുന്നു. അതിന്റെ അതിപ്രകാരം എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നാം വിധിക്കപ്പെടും. ഹാലലുയ. നാം വിധിക്കുന്ന അളവിനാൽ നമുക്കും ഹാലലുയ വിധി കിട്ടുവാൻ തക്കോണം ഇടയാകും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം, കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹാലലൂയ. ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ആത്മാവിനാൽ നിറയപ്പെട്ടവരായി ഇന്ന് പകൽക്കാലം ദയ, മനസ്സലിവ്, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ച് അന്യോന്യം ഹാലലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരുവനോട് വഴക്കുണ്ടായാൽ അന്യോന്യം ക്ഷമിക്കുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിച്ച് മുന്നേറുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം തിരുവചനത്തിന്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. സദയം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഈ ദിവസങ്ങളിൽ ബാക്കിയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. അടുത്ത ദിവസം 15-ാം വാക്യം നാം ചിന്തിക്കുന്നതായിരിക്കും. ആമേൻ. ആഗ്രഹത്തോടെ ക്ലാസ്സിലേക്ക് കടന്നു വരിക. ആമേൻ. തിരുവചനം തുടർന്നും കേൾക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ.